Zara Gold Diamonds and Platinum CPA Complex CPA Junction Edavanna. Sigma Electronics Gallery Edavanna Edavannapara Arikod Manjeri Nilambur. ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമിറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സീതി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ. 22 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ, എടവണ്ണ. വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മനസ്സ് വന്യജീവികളെക്കാൾ മോശം. മന്ത്രിയുടെ ഇടപെടൽ പൂർണ്ണതയിൽ എത്തിയിട്ടില്ല. വേദിയിൽ ആഞ്ഞടിച്ച പി.വി. അൻവർ. വനം വകുപ്പ് ജീവനക്കാരുടെ തോന്നിവാസത്തിന് അതിൽ നിന്നും ഉദ്യോഗസ്ഥരുടെ മനസ്സ് വന്യജീവികളെക്കാൾ മോശമെന്നും പി.വി. അൻവർ ആരോപിച്ചു. വില്ലേജ് ഓഫീസറായിരിക്കും. എന്റെ അടുത്ത് ഒറ്റ പ്രാവശ്യം മോളുള്ളൂ. പിന്നെ അവൻ എങ്ങനെയാണ് സംസാരിക്കണമെന്ന് ഞാൻ അത് പഠിപ്പിച്ചെടുക്കലുണ്ട്. പക്ഷെ എന്താ അറിയോ, എല്ലാവരും മാന്യന്മാർ. ആ മാന്യത വിചാരിച്ചിട്ട് ഇങ്ങനെ മിണ്ടാവാതെ നടക്കുക. എവിടത്തേക്കാ കേരളത്തെ കൊണ്ടുപോകുന്നത്? അതാണ് വിഷയം. അതുകൊണ്ട് ഈ ജനകീയ ജനാധിപത്യ സംവിധാനം ഇവിടെ നിലനിൽക്കുമ്പോ അതിലൊരു പഞ്ചായത്ത് മെമ്പർ ആണെങ്കിൽ അവനാണ് അവിടുത്തെ രാജാവ്. ആ പഞ്ചായത്ത് വാർഡിലെ 2000-3000 ആളുകൾ വരുന്ന ആ ആളുകളെ റെപ്രസെന്റ് ചെയ്യാൻ രാജ്യത്തിന്റെ ഭരണഘടന ഏൽപ്പിച്ച വ്യക്തിയുടെ പേരാണ് ആ വാർഡ് മെമ്പർ. മനസ്സിലാക്കി കൊടുക്കണം. ഇനിയിപ്പോ ഞാനിങ്ങനെ പ്രസംഗിക്കുന്നത് ഈ മൃഗശല്യം നിനക്കെന്താ പണി എന്നൊരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാവും. ഞാൻ എന്റെ പണി എടുക്കുന്നുണ്ട്. രാപ്പകൽ ഈ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി പണിയെടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ മരണപ്പെട്ടാൽ സഹ ഉദ്യോഗസ്ഥർക്ക് ഒരു റീത്ത് സമർപ്പിക്കാൻ ഈ പറയുന്ന ബഹുമാനപ്പെട്ട ഡിവിഷൻ ഓഫീസിന്റെ മുറ്റത്ത് വരാന്തയിൽ സമ്മതിച്ചോ? ആന ചവിട്ടിക്കൊണ്ട് ഒരാൾ ചെന്നു ഈ ചങ്ങാതിന്റെ അടുത്ത്. ഈ പറഞ്ഞ ഇരിക്കുന്ന ഡിയോഫന്മാരല്ല കേട്ടോ, ആരും തെറ്റിദ്ധരിക്കണ്ട. ഈ രണ്ടുപേരും വളരെ നന്നായിട്ട് അല്ലെങ്കിലും മോശമില്ലാത്ത രീതിയിൽ പൊതുവിഷയങ്ങളിൽ ഇടപെടുന്നുണ്ട്. മന്ത്രി ഏതാ സൂചിപ്പിച്ചത്? ജനങ്ങളുമായി നിങ്ങൾ ബന്ധപ്പെടണം. ഇപ്പൊ ഇരിക്കുന്നവർ കുഴപ്പമില്ല. ആ ചങ്ങാതി ആളുകൾ പോയി ഈ ആനശല്യത്തെ കുറിച്ച് പറഞ്ഞപ്പോ ചോദിച്ച ചോദ്യം എന്താ? നിങ്ങൾക്ക് 10 ലക്ഷം കിട്ടുന്നില്ലേ? ഞാൻ തന്നെ അപ്പച്ചവിട്ടുവല്ലേ. ഒരു മനുഷ്യന് വില കൽപ്പിക്കുന്നത് 10 ലക്ഷം, അത് കിട്ടുന്നില്ല. പിന്നെ എന്താ അവിടെ വന്ന് ബഹളം വെക്കുന്നത്? എവിടെ എത്തി? ഇതാണ് രീതി. ഈ രീതി ഇടതുപക്ഷത്തിന്റെ രീതിയല്ല, ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതിയല്ല. വരച്ച വരയിൽ നിർത്തണം ഉദ്യോഗസ്ഥന്മാരെ. ജനങ്ങളാണ് നാട് ഭരിക്കുന്നത്. ആ ജനങ്ങളാണ് അധികാരം നിശ്ചയിക്കുന്നത്. ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണം ഉപയോഗിച്ചാണ് ഈ കാക്കിയിട്ടിരിക്കുന്നവരും കാക്കിയിരിക്കാത്തവർക്കും ശമ്പളം കൊടുക്കുന്നത്. അവരുടെ റെപ്രസെന്റേറ്റീവ്സ് ആണ്. ഒരു പഞ്ചായത്ത് മെമ്പർ ആണെങ്കിൽ പോലും അത് മനസ്സിലാക്കാൻ കേരളത്തിലെ വനം വകുപ്പല്ല, പല ഉദ്യോഗസ്ഥരും ആ നിലവാരത്തിലേക്ക് ഉയർന്നിരിക്കുകയാണ്. ഈ 10-60 നിയോജക മണ്ഡലങ്ങളിൽ ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ വനം വന്യജീവി വിഷയം അതിനെ ഈ ഗവൺമെന്റിന് കൃത്യമായി അഡ്രസ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ഒരു 10-20% വോട്ട് പോയിട്ടുണ്ട് എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന, അനുഭവത്തിനടിത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. അഡ്രസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അഡ്രസ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയം. കാട്ടിൽ കയറി ആന ചവിട്ടിക്കൊന്നാൽ ഒരു ന്യായം വേണമെങ്കിൽ അംഗീകരിച്ചു കൊടുക്കാം. നാട്ടിലിറങ്ങി ആന ചവിട്ടിക്കൊന്നാൽ ആരുടെ ഉത്തരവാദിത്തം? ആരുടെ ഉത്തരവാദിത്തം? ഈ മണ്ഡലത്തിന്റെ പല സ്ഥലങ്ങളിലും 7 മണി കഴിഞ്ഞ അങ്ങാടികൾ അടക്കുന്നുണ്ടല്ലേ? എന്താ ബൈക്കിൽ പോകാൻ പറ്റില്ല? ഇപ്പൊ 1.5 മാസം മുമ്പ് പൂക്കോട് ഇവിടെ മൂത്തടത്ത് രാവിലെ 60 പോകുന്നൊരു കുട്ടി പന്നിയടിച്ച് തല പൊട്ടി മരിച്ചില്ലേ? പോകാൻ സാധിക്കുന്നുണ്ടോ? പാമ്പ് പോട്ടെ, പിന്നെ എല്ലായിടത്തും ഉണ്ടാവും വിചാരിക്കുക. അത് നിവൃത്തിയില്ല. ഇപ്പൊ കാര്യമായിട്ട് ആറാട്ടിൽ അങ്ങനെ ഒരു ഉപകാരം ചെയ്തിട്ടുണ്ട്. നല്ല കാര്യം, ഒരു തർക്കമില്ല. ഈ പൈസ മുഴുവൻ ചെലവാക്കിയപ്പോ, ഈ ഫെൻസിംഗ് ഒന്നും ചെയ്യാത്തപ്പോ അറ്റ്ലീസ്റ്റ് ഈ ആറാട്ടി
അവർക്ക് കുറച്ച് വാഹന സൗകര്യം, അവർക്ക് കുറച്ച് എക്യുപ്മെന്റ്സ്. എന്തുകൊണ്ട് ജനങ്ങൾ ഈ ഡിപ്പാർട്ട്മെന്റിനെ എത്രമാത്രം വെറുക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ സദസ്സ്. ഈ രീതിയിൽ മനുഷ്യനകറ്റി മനുഷ്യൻ എങ്ങനെയും ഇവരുമായി സഹകരിക്കാൻ തയ്യാറാണ്. ആ മനുഷ്യരുടെ സഹകരണമാണ് ഈ ഇത്രയും വലിയ 2 ഡിവിഷനിൽ മരമുറി കേസ് ഈ വർഷത്തിൽ ഓരോന്ന്, അല്ലേ? അത് ഏതെങ്കിലും പട്ടിണി കിടന്നിട്ട് സാധു കുറിച്ചാവും, അങ്ങനെ ആവാനേ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് EFL എന്ന് പറയുന്നവരെ ഭൂമി മുറിച്ചിട്ടുണ്ടാവും. താങ്കൾ ബഹുമാനപ്പെട്ട വനം വന്യജീവി വകുപ്പ് മന്ത്രിയാണെങ്കിൽ ഒരു 1.5 കൊല്ലം തൽക്കാല ലേശം അതങ്ങോട്ട് സൈഡിലേക്ക് നിർത്തിയിട്ട് കേരളത്തിലെ ജലസംരക്ഷണ വകുപ്പ് മന്ത്രിയായി താങ്കൾ ഒരു 50% പ്രവർത്തിച്ച് ഈ വിഷയങ്ങൾ പരിഹരിക്കാൻ ഒരു ജനകീയ ഇടപെടൽ നടത്തണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നിലമ്പൂർ വനം വകുപ്പിന്റെ പരിപാടിയിൽ മന്ത്രി AK ശശീന്ദ്രനെ വേദിയിലിരുത്തിക്കൊണ്ടായിരുന്നു അൻവറിന്റെ പരാമർശം. വനം വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ മരിച്ചിട്ട് DFO ഓഫീസിൽ പൊതുദർശനത്തിന് വെക്കാൻ പോലും അനുവദിച്ചില്ല. ഇതൊക്കെ നിയമസഭയിൽ പറയാൻ വെച്ച കാര്യങ്ങളാണ്. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ പറയാൻ കഴിയുമോ എന്ന് ഉറപ്പില്ല. അതുകൊണ്ടാണ് പറയാനുള്ളതെല്ലാം പറഞ്ഞു പോകുന്നത് എന്നും PV അൻവർ MLA പ്രസംഗത്തിൽ പറഞ്ഞു. ഒരു ഉദ്യോഗസ്ഥനും ജനപ്രതിനിധികളെ പേടിയില്ല. ആവാസ വ്യവസ്ഥയും പ്രകൃതിയും മാത്രം മതിയെന്നാണ് ഉദ്യോഗസ്ഥരുടെ വിചാരം. പക്ഷേ കൂട്ടത്തിൽ മനുഷ്യരെ കൂടി ഉൾപ്പെടുത്തണം. അതേസമയം വേദിയിൽ വനം മന്ത്രിക്ക് നേരെയും അൻവർ അമ്പുകൾ തൊടുത്തുവിട്ടു. മലയോര ഹൈവേക്കായി ലൈഫ് പദ്ധതിയിലൂടെ വീട് കിട്ടിയവർ പോലും സ്ഥലം വിട്ടു നൽകിയിട്ടുണ്ട്. വനം വകുപ്പ് 1 ഇഞ്ച് ഭൂമി പോലും വിട്ടു നൽകാൻ തയ്യാറായിട്ടില്ല. മന്ത്രി AK ശശീന്ദ്രന്റെ ഇടപെടൽ ഒന്നും പൂർണ്ണതലത്തിൽ എത്തിയിട്ടില്ല. ഇനിയുള്ള 1.5 വർഷം മനുഷ്യ സംരക്ഷണത്തിന് വകുപ്പ് മന്ത്രിയായി അദ്ദേഹം പ്രവർത്തിക്കണമെന്നും PV അൻവർ MLA കുറ്റപ്പെടുത്തി. Zara Gold Diamonds and Platinum CPA Complex CPA Junction Edavanna. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി എടവണ്ണപ്പാറ, അരീക്കോട്, മഞ്ചേരി, നിലമ്പൂർ. ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമിറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സീതി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ. 22 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ, എടവണ്ണ.